എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അങ്ങനെയുണ്ട്, ദിവസം എല്ലാം നല്ലതായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ? എല്ലാവരും ബിസിയാണോ? നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്, വളരെ സന്തോഷം. എല്ലാവർക്കും ഒരു പോസിറ്റീവ് റീഡിങ് മാത്രമല്ല, പോസിറ്റീവ് റിസൾട്ട് വരട്ടെ എന്നും കൂടി ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ചിലർക്കെങ്കിലും മെസ്സേജസൊക്കെ വരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് കമൻസിൽ നിന്നും മനസ്സിലായി. ഇതുവരെയും ഒരു കോണ്ടാക്റ്റ് വരാത്തവർക്ക് എത്രയും വേഗം കോണ്ടാക്റ്റ് ഭഗവാൻ തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് റീഡിങ്ങിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ചിലരെങ്കിലും അവരുടെ ഫീലിങ്സ് തുറന്ന് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. ഓക്കെ, നിങ്ങൾക്കൊരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം, മാനസികമായിട്ട് അറിയാം, പക്ഷേ അവർ നിങ്ങളുടെ അടുത്ത് തുറന്ന് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ അവരുടെ ഫീലിങ്സ് നിങ്ങളുടെ നേരെ എന്താണെന്ന് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും അല്ലേ? ഇവർക്ക് സത്യത്തിൽ നമ്മളോട് ഇഷ്ടമുണ്ടോ ഇല്ലയോ? ഇത് നിങ്ങൾ ന്യൂ ലവ് ആയിരിക്കാം, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കില്ല. അവിടെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ സിറ്റുവേഷനിൽ നമുക്ക് തീർച്ചയായിട്ടും അറിയാം ഫീലിങ്സ് എന്താണെന്നുള്ളത്. ഒരു ന്യൂ ലവ് ആയിരിക്കാം, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങൾക്ക് തുറന്ന് പറഞ്ഞിട്ടില്ലാത്തൊരു സാഹചര്യത്തിൽ അവരുടെ മനസ്സിലുള്ള നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇത് ടോട്ടലി അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് ആണ് കേട്ടോ, തുറന്ന് പറഞ്ഞിട്ടുള്ളവർക്കുള്ളതല്ല. ഇത് ടോട്ടലി അൺഎക്സ്പ്രസ്ഡ് ഫീലിങ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എക്സിസ്റ്റിംഗ് ലവേഴ്സ് ആണെന്ന് തന്നെ ഇരിക്കട്ടെ, അവരുടെ മനസ്സിൽ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. അതെന്താണെന്ന് കൂടെ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കാം. ഓക്കെ, തുടങ്ങാം. അപ്പോൾ ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, അവർ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി, അവരുടെ അടുത്ത് അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്തിട്ടില്ല. അവരുടെ മനസ്സിൽ ആക്ച്വലി എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഫീലിങ്സ് എന്താണ്? ഫസ്റ്റ് കാർഡ് എന്താ? ലവേഴ്സ്. സെക്കൻഡ് കാർഡ് ദ സ്റ്റാർ. കെൽറ്റിക് അല്ല കേട്ടോ, റെഗുലർ ഇതാണ് ചെയ്യാൻ പോകുന്നത്. കെൽറ്റിക് ഇനി ഞാൻ ചെയ്താൽ എൻ്റെ എനർജി ഫുൾ ഡ്രെയിൻഡ് ആവും. 2 ദിവസമായിട്ട് ചെയ്തിട്ട് തന്നെ കംപ്ലീറ്റ്ലി ഡ്രെയിൻഡാണ്. 10 of Wands, 10 of Pentacles, the World. ചിലർക്കെങ്കിലും മനസ്സിലാവുണ്ടാവും അല്ലേ? ഇപ്പോൾ 4 of Swords, 3 of Swords, 3 of Pentacles, ലാസ്റ്റിൽ 6 of Swords. ഓക്കെ, ലവേഴ്സ് വെച്ചിട്ട് ആദ്യം തന്നെ ഇവരുടെ മനസ്സിൽ നിങ്ങൾ അവരുടെ സോൾമേറ്റാണ്, ട്വിൻ ഫ്ലെയിമാണ്, നിങ്ങൾ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. ഓക്കെ, തുറന്ന് പറഞ്ഞിട്ടില്ല. എന്ത് സിറ്റുവേഷനാണ്, എന്തുകൊണ്ടാണ് തുറന്ന് പറയാത്തതെന്ന് നമുക്ക് നോക്കാം. സ്റ്റാർ പറയുമ്പോൾ അത് തന്നെയാണ്, നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റിയും കൊണ്ടാണ് വന്നിരിക്കുന്നതെന്നാണ് അവർ വിചാരിക്കുന്നത്. നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണ്. അതേപോലെ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണെന്ന് അവർ വിചാരിക്കുന്നു. എന്തുകൊണ്ട് എക്സ്പ്രസ് ചെയ്യുന്നില്ല എന്നുള്ളത് ഇതെല്ലാ കേസിലും നമുക്ക് എന്തുകൊണ്ടാണ് എക്സ്പ്രഷൻ വരാത്തതെന്നുള്ളത് ഞാൻ ക്ലാരിഫൈ ചെയ്ത് പറയുന്നതാണ്. 10 of Wands വെച്ചിട്ട് അവരൊരു സിറ്റുവേഷനിൽ എക്സോസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, അത് നോക്കാം. അതേപോലെ 10 of Pentacles വെച്ചിട്ട് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം, നിങ്ങളുമായിട്ടൊരു ഫാമിലി ഫോം ചെയ്യണമെന്നൊക്കെ ഇവർക്ക് ആഗ്രഹമുണ്ട്, തുറന്ന് പറയുന്നില്ല, എന്തുകൊണ്ടാണെന്നറിയില്ല. അതേപോലെ നിങ്ങളൊരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കണം, നിങ്ങൾ തമ്മിലൊരു കൺസിഡറബിൾ ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ അവർ ഭയങ്കര സ്ട്രെസ്ഡാണ്, ഉറക്കം ശരിയാവാത്ത ഒരവസ്ഥയാണ്, ഓവർ തിങ്കിങ്ങിലാണ്. അതിൻ്റെയും സിറ്റുവേഷൻ എന്താണ്, പക്ഷെ നിങ്ങളുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത കൊണ്ടുള്ള സ്ട്രെസ്സാണോ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 3 of Swords വെച്ചിട്ട് ഇവർക്ക് ഒരു മേജർ ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അവിടെ ഒരു മേജർ ഹാർട്ട് ബ്രേക്ക് അവർ ഫേസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 3 of Pentacles വെച്ചിട്ടും ഇവിടെയും ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷനാണ്. ഇവരുടെ പാർട്ട്ണർ ഭയങ്കര കൺട്രോളിങ് ആയി, പാർട്ട്ണർ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ സ്പൗസ്, കാരണം മാരീഡാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ തേർഡ് പാർട്ടി ഭയങ്കര കൺട്രോളിങ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അതേപോലെ നിങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണെന്ന് ഒരു കൺഫർമേഷനാണ് 6 of Swords, അല്ലെങ്കിൽ ഇവരൊരു യാത്രയിലായിരിക്കണം. ഓക്കെ,
എല്ലാ കാർഡും ക്ലാരിഫൈ ചെയ്തതിന് ശേഷം നമുക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാം. ക്ലാരിഫൈ ലവേഴ്സ്, പ്ലീസ് ക്ലാരിഫൈ ലവേഴ്സ്. വൈ ഈസ് ലവേഴ്സ് കാർഡ് ഹിയർ? പ്ലീസ് ക്ലാരിഫൈ ലവേഴ്സ്. വൈ ഈസ് ലവേഴ്സ് കാർഡ് ഹിയർ? ഇവർക്ക് ഒരുപാട് സ്നേഹമാണ്. ഇവർ എക്സ്പ്രസ് ചെയ്യാത്തതിൻ്റെ കാരണം ഇവരുടെ ഒന്നുകിൽ ഇവരുടെ ഈഗോ അല്ലെങ്കിൽ ഇവർക്ക് നിങ്ങളെ കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. കാരണം ഇതൊരു വിക്ടറി കാർഡാണ്, ലവേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊരു സക്സസ്സിൽ എത്തിക്കണം എന്ന് തന്നെയാണ് ഇവരുടെ ആഗ്രഹം. പക്ഷേ ഇവർക്ക് അവിടെ ഒരു തടസ്സമായിട്ട് വരുന്നത് ഒരു രാശി അതിൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞേക്കാം. ലവേഴ്സ് വന്നിട്ട് ജെമിനി ആണ്, മിഥുന രാശി. എംപറർ വന്നിട്ട് ഏരീസ്, മേടരാശി. പോൺസ് വന്നിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. ഇവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഒന്നുകിൽ ഇവർക്ക് ഇവരുടെ ഫാദറിനെ പേടിയാണ്, അല്ലെങ്കിൽ ഇവരുടെ പ്രാക്ടിക്കൽ തിങ്കിങ് ആണ് കേട്ടോ. അവിടെ എന്തുകൊണ്ടാണ് വേറെ എല്ലാം ഓക്കെയാണ്, മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്. കാരണം ഇവർക്കറിയാം നിങ്ങൾക്കും അവരെ ഇഷ്ടമാണ്, മനസ്സുകൊണ്ട് ഇവർക്കറിയാം. പക്ഷേ ഇവർ കുറച്ച് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നു, അങ്ങനെയും ആവാം. കാരണം ഇവർ ഒരു സോഷ്യൽ സ്റ്റാറ്റസൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്, ഒരു ഗൗരവമൊന്നും വിട്ടുകൊടുക്കാത്ത ഒരാളാണ് കേട്ടോ. റെസ്പെക്റ്റ് ഡിമാൻഡ് ചെയ്യുന്ന ഒരാളാണ്, സ്വല്പം ഈഗോയിസ്റ്റിക് ആണ്. അതാണോ ഇതിവിടെ തടസ്സം? ഒന്നുകിൽ അതായിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഒരു ഫാദർ അല്ലെങ്കിൽ ഫാദർലി ആയിട്ടുള്ള ഒരാളെ ഇവർക്ക് പേടിയാണ്. ഇവർക്ക് ധൈര്യമായി മുന്നോട്ട് വന്ന് പറയാനുള്ള തടസ്സം അവിടെ കാണുന്നുണ്ട്. അൺഎക്സ്പ്രസ്ഡ് ഫീലിംഗ് എന്ന് പറയുന്ന ലവ് ആണ്. ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ ഒബ്സ്റ്റക്കിൾ എന്താണെന്നും കൂടെ നോക്കിയതാണ് കേട്ടോ. അപ്പോഴാണ് ഈ എംപററിൻ്റെ കാർഡ് കണ്ടത്. ഒന്നുകിൽ ഇവരുടെ പ്രാക്ടിക്കൽ മൈൻഡ് ഇവരെ സ്റ്റോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവരുടെ ഫാദർ ഫിഗറായിട്ടുള്ള ഒരാൾ ഇവരെ സ്റ്റോപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു മേജർ ഏജ് ഡിഫറൻസ് ഉണ്ട്. അത് കൊണ്ട് നിങ്ങൾ ഇവരുടെ സ്നേഹം അക്സെപ്റ്റ് ചെയ്യുമോ ഇല്ലയോ എന്ന് ഇവർക്ക് പേടിയുണ്ട്. അതും കൂടെ ഒന്നുകൂടെ ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. വിൽ ദേ ഓവർകം ദിസ് ഒബ്സ്റ്റേക്കിൾ? ഇവർക്ക് ഈ ഒബ്സ്റ്റേക്കിൾ ഓവർകം ചെയ്ത് ഇവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുമോ? 3 ഓഫ് സ്വാർഡ്സ്, അവർക്ക് അറ്റ് പ്രസൻറ്റ് ആ എക്സ്പ്രഷൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഉടനെ തന്നെ അവരത് ഓവർകം ചെയ്ത് വരുന്നതായിട്ട് കാണുന്നില്ല, കാരണം അവിടെ ഒരു ഹാർട്ട് ബ്രേക്ക് സിറ്റുവേഷൻ ആണ് കാണുന്നത്. ക്ലാരിഫൈ ദ സ്റ്റാർ, പ്ലീസ് ക്ലാരിഫൈ ദ സ്റ്റാർ. പേജ് ഓഫ് സ്വാർഡ്സ് ആൻഡ് ദി ഹാങ്ഡ് മാൻ. ഇവർ നിങ്ങളെ അവരുടെ ലൈഫിൻ്റെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അഥവാ ഇവരൊരു സ്റ്റക്ക് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ അറ്റ് പ്രസൻറ്റ് ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആണ്, അതുകൊണ്ടാണ് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാതിരിക്കുന്നത് കേട്ടോ. പക്ഷേ മനസ്സിൽ കോൺസ്റ്റൻ്റ്ലി നിങ്ങളുടെ ചിന്തകളാണ്, ക്ലൗഡി മൈൻഡഡ് ആണ്, ഡേ ഡ്രീമിങ് എനർജിയാണ്. നിങ്ങളെ പറ്റി തന്നെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്നതൊക്കെ ആയിട്ട് ഇവരിങ്ങനെ നിങ്ങളോട് പറയാനുള്ളതൊക്കെ ഇവരിങ്ങനെ ഒരു ഡ്രാമ പോലെ ഇവരുടെ മനസ്സിൽ പറയുന്നുണ്ട്. മനസ്സിൽ നിങ്ങളുമായിട്ട് സംസാരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ നിങ്ങളെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ വെയർ അബൌട്ട്സ് കാര്യങ്ങളെല്ലാം ഇവർക്ക് നന്നായിട്ട് ഇവർ ഫോളോ ചെയ്ത് അപ് ടു ഡേറ്റ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇവരുടെ ചിന്തയിലൊരു മാറ്റം വന്ന്, ഒരു പോസിറ്റീവ് ചേഞ്ച് വന്ന് സ്റ്റക്ക് സിറ്റുവേഷൻ എന്ന് മാറി നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അൺഎക്സ്പ്രസ്ഡ് ഫീലിംഗ്, യു ആർ ദ സ്റ്റാർ ഓഫ് ദെയർ ലൈഫ്. ഇവരുടെ ഭാഗത്തുനിന്നും ഒരു നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? ഇവരുടെ സൈഡിൽ നിന്ന് ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമോ? 3 ഓഫ് പെൻറ്റക്കിൾസ്, അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ടാണ് അവർ അവിടെ ഒരു ജഗ്ലിംഗ് ആയിട്ട് നിൽക്കുന്നത് കേട്ടോ. 3 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അതേപോലെ ജോലി, ഫൈനാൻസസ് ഒക്കെ ഒരു ഇഷ്യൂ ആയിരിക്കാം അവിടെ. വാട്ട് ഈസ് എ തേർഡ് പാർട്ടി എന്നും കൂടെ നോക്കണോ? ഡിവൈൻ, ഹൂ ഈസ് എ തേർഡ് പാർട്ടി ഹിയർ? Who is the third party here? The heir of and ഇവർ മാരീഡ് ആണ്, അവർക്ക് സ്പൗസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഒന്നുകിൽ അതാണ്, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി, ഇവർ സ്പിരിച്വലായിട്ട് ഒരു പ്രീസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. അങ്ങനെയും ആവാം കേട്ടോ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നതാണ്. അതായത് സ്പിരിച്വലി റിലേറ്റഡ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരാൾ ആയിരിക്കണം. അതും ആ റിലീജിയസ് ബിലീഫ്സും അവരെ തടുക്കുന്നുണ്ട് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതിൽ നിന്നും. അല്ലെങ്കിൽ ഇവരൊരു മാരീഡ് പേഴ്സൺ ആണ്, അതാണ് അവിടെ ഒബ്സ്റ്റക്കിളായിട്ട് വരുന്നത്. ക്ലാരിഫൈ
I'm sorry, clarify 10 of wands, clarify 10 of wands, clarify 10 of wands. നിങ്ങളുടെ പേഴ്സൻ്റെ ഡിസ്റ്റർബ്ഡ് എനർജി എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു. അത് ഞാൻ ഈ സ്റ്റാമർ ചെയ്യുന്നത് കേട്ടോ. അവർ ശാന്തമായിട്ടല്ല ഇരിക്കുന്നത്, അതിൻ്റെ സ്റ്റാമറിങ്ങാണ് എനിക്ക് വരുന്നത്. ഇത്രയും പേരുടെ എനർജി കണക്ട് ചെയ്തിരിക്കൽ എല്ലാവരും ഡിസ്റ്റർബ്ഡ് ആണ്. ക്ലാരിഫൈ 10 of wands, 2 of wands and 4 of cups. ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാൻ നിങ്ങളുടെ ഇതിൻ്റെ പ്രീവിയസിൽ പറഞ്ഞ ഹെയറോഫൻറ്റ് വന്നില്ലേ ആ കാർഡിൻ്റെ ഇത് സോഡിയാക്സ് ഒന്ന് പറഞ്ഞേക്കാം. ഹെയറോഫൻറ്റ് വെച്ചിട്ട് ടോറസ് ആണ്, ഋഷഭരാശി. ഹാങ്ഡ് മാൻ വെച്ചിട്ട് പൈസസ്, മീനരാശി. സ്റ്റാർ വെച്ചിട്ട് അക്വേറിയസ്, കുംഭരാശിയാണ്. പെൻഡക്കിൾസ് ആൻഡ് സ്വാർട്സ്. പെൻഡക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ആൻഡ് ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഈ രാശികൾ പെട്ടവരായിരിക്കും നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, അതേപോലെ ഇവിടെ വന്നിട്ട് വാൺസും കപ്സും ആണ് കൂടുതലായിട്ട് കാണുന്നത്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. നിങ്ങളുടെ പേഴ്സൺ ഈ രാശിയിൽപ്പെട്ടവരാണെങ്കിൽ ഇത് ശ്രദ്ധിക്കൂ. ഇവരും നിങ്ങളും ലോങ് ഡിസ്റ്റൻസിലാണ്. ലോങ് ഡിസ്റ്റൻസ് മൂലം ഇവർ എക്സോസ്റ്റഡ് ആണ്, നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മിസ്സിങ് എനർജിയാണ്. പക്ഷേ 2 of wands വരുന്നവിടെ അവിടെയും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നമുക്ക് കാണുന്നുണ്ട്. ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. മിസ് ചെയ്തവർ എക്സോസ്റ്റഡ് ആണ് കേട്ടോ. Will they express their feelings towards my viewers? Are they going to express their feelings towards my viewers? Please guide. 10 of swords. 10 of swords വെച്ചിട്ട് ഉടനെ ഒരു ആക്ഷൻ വരാനുള്ള സാധ്യത കുറവാണ്. നിങ്ങളായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. അവിടെ എംപ്രസിൻ്റെ എനർജി ഉണ്ട്. നിങ്ങളായിട്ട് ഹൈലി അട്രാക്റ്റഡ് ഒക്കെ ആണ്, പക്ഷെ അവിടെ ഒരു തടസ്സമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഉടനെ ഒരു എക്സ്പ്രഷൻ ഓഫ് ലവ് വരാനുള്ള സാധ്യത കുറവാണ്. നിങ്ങളെ പ്രതി സ്നേഹമുണ്ട്. നിങ്ങളെ അത്രയും കെയറും നർച്ചറിങ്ങും എല്ലാം ചെയ്യുന്ന ഒരാൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല. നിങ്ങളെ പ്രതി സ്നേഹത്തോടൊപ്പം റെസ്പെക്റ്റുമാണ്. പക്ഷേ ഇപ്പോൾ അവരുടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലം അവർക്ക് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. Clarify 10 of Pentacles. Clarify 10 of Pentacles, please. Clarify 10 of Pentacles. 10 of Pentacles പറയുമ്പോൾ സ്റ്റെബിലിറ്റി എന്നൊക്കെ നമുക്ക് പറയാം. ഡെത്ത് ആൻഡ് ഫാമിലി, അതായത് 10 of Cups. ഓക്കെ, അതായത് ഇവർക്ക് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ സ്ട്രോങ് ആയിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, അവിടെ ഫാമിലി ഒരു ഒബ്സ്റ്റേക്കിളായിട്ട് വരുന്നുണ്ടായിരുന്നു ചിലരുടെയെങ്കിലും കാര്യത്തിൽ. അവർ ആ ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷന്, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു എൻഡ് കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിൽ വന്ന് നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണം എന്ന് ഇവർ ആഗ്രഹിക്കുന്നുണ്ട്. വിൽ ദേ ടേക്ക് ആക്ഷൻ റിഗാർഡിംഗ് ദിസ്? വിൽ ദർ ബി എനി ആക്ഷൻ ഫ്രം മൈ വ്യൂവേഴ്സ് പേഴ്സൺ റിഗാർഡിംഗ് ദിസ്? 2 of Pentacles and King of Wands. നിങ്ങളുടെ അടുത്ത് വരണം എന്നുള്ളൊരു സ്ട്രോങ് ഫീലിംഗ് ഇവർക്ക് നല്ലോണം ഉണ്ട്. പക്ഷേ ഒരു തീരുമാനം എടുത്തിട്ടില്ല. ആഗ്രഹം തീവ്രമാണ് ന്യൂ ബിഗിനിങ്ങിനുള്ള. 2 of Pentacles പറയുമ്പോൾ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, സ്ട്രോങ് ആയിട്ട് അവിടെ ഒരു എൻഡ് കുറിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്ന് തീർച്ചയായിട്ടും ആഗ്രഹമുണ്ട്. നിങ്ങളായിട്ട് ഹൈലി അട്രാക്റ്റഡ് ആണ്. നിങ്ങളെ ഒരുപാട് സ്നേഹമാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഒരു കാണാനൊക്കെ വളരെ നല്ല ഒരു ഹി ഓർ ഷീ ഷുഡ് ബി എ ബ്യൂട്ടിഫുൾ പേഴ്സൺ. ഓക്കെ, അതേപോലെ നിങ്ങളുടെ എന്താ പറയുക, എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്ത് സംസാരിച്ച് കാര്യം നടത്തിയെടുക്കാനൊക്കെ നല്ല കഴിവുള്ളൊരു ആളായിരിക്കണം. ഒരു നാച്ചുറൽ ലീഡറായിരിക്കണം. അതേപോലെ ഒരു നല്ല പൊസിഷനിലൊക്കെ ഇരിക്കുന്ന ഒരാളായിരിക്കണം കേട്ടോ. ഓക്കെ, പക്ഷെ അവരവിടെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് കാണുന്നത്. ജഗ്ലിംഗ് തന്നെയാണ് കേട്ടോ. Clarify the world. Clarify the world. Five of Pentacles, King of Pentacles. ഇവർ ഓവർസീസ് ആയിരിക്കണം. നിങ്ങളുമായിട്ട് ഫിസിക്കൽ ഡിസ്റ്റൻസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ.
അവർ ഇപ്പോൾ മെയിൻ ബോദറേഷൻ അവർക്ക് അവരുടെ മണി തന്നെയാണ്, പൈസ തന്നെയാണ് മെയിൻ ബോദറേഷൻ. അവരിപ്പോൾ അവിടെ ജോലിയിലായിരിക്കണം. അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഇവർക്ക് വളരെ കൂടുതലാണ്. ഫുൾ ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഇവരുടെ ചുമലിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഇവരുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ഒരു ഫിസിക്കൽ ഇൽനെസ് ഉണ്ടായിരിക്കാൻ, അതൊരു സിക്നസ് ഉണ്ടായിരിക്കാൻ സാധ്യതയുണ്ട്. അതിനെ പറ്റിയിട്ട് ഇവർ ബോധേഡാണ് കേട്ടോ. അതുകൊണ്ട് ഉടനെ നെക്സ്റ്റ് ആക്ഷൻ ഉണ്ടാവുമോ എന്നുള്ളത് നമുക്ക് നോക്കണം. നിങ്ങളുടെ അടുത്ത് സ്നേഹമില്ലാഞ്ഞിട്ടല്ല. ഓക്കെ, ക്ലാരിഫൈ ദി സെറ്റ് ഓഫ് കാർഡ്സ്. വിൽ ദെയർ ബി എനി ആക്ഷൻ ഫോർ മൈ വ്യൂവേഴ്സ് ഫ്രം ദീസ് പീപ്പിൾ? Will there be any action towards my viewers in this case? Okay. Ace of Swords ഉണ്ടാവും കേട്ടോ. ഒരു പുതിയ ബിഗിനിങ് ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത്. പക്ഷെ അവിടെ ഒരു 3 of Cups കൂടെ വന്നിട്ടുണ്ട്. ഒരു സെലിബ്രേഷൻ ഒക്കെ ഒന്ന് നിങ്ങളെ വന്ന് കാണാനൊക്കെ സാധ്യതയുണ്ട്. പക്ഷേ അവിടെ തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി ഇവരുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഇവിടെ വേറെ ഒരു തേർഡ് പാർട്ടി അല്ല. തേർഡ് പാർട്ടി ഇവിടെ റെസ്പോൺസിബിലിറ്റി ഇവരുടെ ഫാമിലി ആയിട്ടാണ് കാണുന്നത്. ഫാമിലി പറയുന്നത് എക്സ്റ്റെൻഡഡ് ഫാമിലി ആയിരിക്കും. ഓക്കെ, കാരണം ഫൈനാൻസസ് ആണ് അവിടെ ഒബ്സ്റ്റക്കിളായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു ആക്ഷൻ ഇവരുടെ ഭാഗത്തു നിന്ന് ഒരു മെസ്സേജൊക്കെ ഉണ്ടാവും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ. ക്ലാരിഫൈ 4 of Swords. Please clarify 4 of Swords. Please clarify 4 of Swords. Where is 4 of Swords here? Ace of Cups and the Sun. ഇവർക്ക് പ്രശ്നം എന്താ അറിയോ, ഇവർക്ക് മനസ്സിൽ നിറയെ സ്നേഹമാണ്. പക്ഷേ ആക്ഷൻ, നിങ്ങൾ അവരുടെ ലൈഫിലെ പോസിറ്റിവിറ്റി, സൂര്യൻ, ചന്ദ്രൻ എല്ലാം ആണ്. പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ള സ്ട്രെസ്സാണ് അവർക്ക്. തുറന്ന് പറയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് നോക്കാം. വിൽ ദെയർ ബി എനി ആക്ഷൻ ഫ്രം ദീസ് പീപ്പിൾ ഫോർ മൈ വ്യൂവേഴ്സ്? വൈ ദേ ആർ നോട്ട് ടെല്ലിങ് ദം? ദ മൂൺ, 10 of Pentacles. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. സാഡ്നെസ് ആണ്, കാരണം ഒബ്സ്റ്റിക്കിൾ ഇവരുടെ ഫാമിലിയാണ് കേട്ടോ. ഇൻസെക്യൂറൊക്കെ തോന്നുന്നുണ്ട്. ഈസ് ദിസ് ഫാമിലി ദർ എക്സ്റ്റെൻഡഡ് ഫാമിലി ഓർ ആർ ദേ മാരീഡ്? ദ ഫാമിലി ഹിയർ, ഈസ് ഇറ്റ് ആൻ എക്സ്റ്റെൻഡഡ് ഫാമിലി ഓർ ആർ ദേ മാരീഡ്? വാട്ട് ഈസ് സ്റ്റോപ്പിംഗ് ദം? ദ ജഡ്ജ്മെൻറ്റ്. ജഡ്ജ്മെൻറ്റ് പറയുമ്പോൾ നിങ്ങളുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനൊക്കെ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റെബിലിറ്റി തരണമെന്നൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അവിടെ അവർ കോണ്ടാക്റ്റ് ചെയ്യാത്ത? ഐ ഡിൻ ഗെറ്റ് ഇറ്റ് ക്ലിയർ. ഡിവൈൻ, പ്ലീസ് ടെൽ മീ വൈ ആർ ദേ നോട്ട് കോണ്ടാക്ടിങ് മൈ വ്യൂവേഴ്സ്? 2 of Swords. ഓക്കെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കേട്ടോ. കൺഫ്യൂഷനാണ്. അപ്പോൾ ആ 10 of Pentacles എന്ന് പറയുന്നത് അവരുടെ സ്പൗസ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, 2 of Swords പറയുമ്പോൾ ജഗ്ലിംഗ് സിറ്റുവേഷൻ ആണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ എല്ലാ പോസിറ്റിവിറ്റിയും ഉണ്ട്. നിങ്ങളെ പ്രതി ഒരുപാട് സ്നേഹവുമാണ്. പക്ഷേ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇവർ ആകെ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലാണ്. ഉടനെ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ ദേ ആർ വെയിറ്റിംഗ് എന്നേ പറയാൻ പറ്റുള്ളൂ. ഇവരിൽ ചിലരെങ്കിലും ജഡ്ജ്മെൻറ്റ് കാർഡ് വന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഒരു കോർട്ട് കേസ് അല്ലെങ്കിൽ ഒരു ഡിവോഴ്സ് കേസ് അങ്ങനെയൊക്കെ ഫയൽ ചെയ്ത് കാണും ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിനൊരു തീരുമാനമാവാതെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കാത്ത സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ക്ലാരിഫൈ 3 of Swords. അതിനൊരു സെറ്റിൽമെൻറ്റ് ആയാൽ ഇവർ നിങ്ങളെ തീർച്ചയായിട്ടും കോണ്ടാക്റ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഇതിൻ്റെ സോഡിയാക്സ് പറഞ്ഞില്ലല്ലോ. ജഡ്ജ്മെൻറ്റും സണ്ണുമാണ് മെയിനായിട്ടുള്ള ഇറക്കാണ്. അപ്പോൾ ലിബ്ര തുലാരാശി, ലിയോ ചിങ്ങരാശി, പിന്നെ ലിബ്ര ജമുന അക്വേറിയസ്, തുലാ മിഥുനം കുംഭം, പെൻഡക്കിൾസ് ഉണ്ട് ടോറസ് വിർഗോ കാപ്രിക്കോൺ ഋഷഭം കന്നി മകരം, പിന്നെ കപ്സ് ഉണ്ട് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് കർക്കിടകം വൃശ്ചികം മീനം. ഓക്കെ, മൂൺ വെച്ചിട്ട് പൈസസ് മീനരാശി. ഇത്രയും രാശികൾ ഇതിൽ കണ്ടിരുന്നു കേട്ടോ. ക്ലാരിഫൈ 3 of Swords. മറ്റേതിൽ ക്ലാരിഫൈ ചെയ്യാം. ഈ കാർഡ് തന്നെ ഞാൻ എടുക്കുന്നു. ക്ലാരിഫൈ 3 of Swords. പ്ലീസ് ക്ലാരിഫൈ 3 of Swords. Why is 3 of Swords here? Why is 3 of Swords here? Okay, 8 of Wands, Temperance.
ഓക്കെ, ഒരു ഹാർഡ് ബ്രേക്ക് സിറ്റുവേഷനിൽ കൂടി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് മാറി നിങ്ങളുമായിട്ടൊരു ഈക്വൽ ബാലൻസിൽ എത്തണം, നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ എത്തണം എന്ന് തന്നെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. അറ്റ് പ്രസൻറ്റ് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിവൈൻ പ്ലീസ് ക്ലാരിഫൈ, വിൽ ദേ കോണ്ടാക്ട് മൈ വ്യൂവേഴ്സ്, will these people contact my viewers very soon? 3 of Wands and 6 of Wands. ഇവിടെ ഡിവൈനെ അല്ല ഏൽപ്പിച്ചിട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. 6 ഓഫ് വാൻസ് വെച്ചിട്ട് വിക്ടറി കാർഡ് തന്നെയാണ് കേട്ടോ. അതായത് അവർ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിരുന്നെങ്കിൽ 3 ഓഫ് വാൻസ് വെച്ചിട്ട് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ ആയിരിക്കാനും സാധ്യതയുണ്ട്. അവർ പ്ലാൻ ചെയ്യുകയാണ് നിങ്ങളുടെ അടുത്ത് ഒരു ബാലൻസിൽ എത്തണം. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്നൊക്കെ പറയുന്ന എനിക്ക് തോന്നുന്നു 3 ഓഫ് സ്വാർട്സ് കാണുന്നുണ്ട്. നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാൽ സെപ്പറേറ്റഡ് ആയിരിക്കും ഇപ്പോൾ. ഓക്കെ, സെപ്പറേറ്റഡ് ആണ്, ലോങ് ഡിസ്റ്റൻസിലും ആണ്. പക്ഷേ ഇവർ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ടൊരു കമ്മ്യൂണിക്കേഷനിൽ വരണം, അതുവഴി ഒരു ബാലൻസിൽ എത്തണം, അതുവഴി ഒരു വിക്ടറിയിലേക്ക് ഈ ബന്ധത്തിനെ കൊണ്ടുപോകണം എന്ന് ഇവർ വളരെ സീരിയസ് ആയിട്ട് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. വിൽ ദേ ടേക്ക് ആക്ഷൻ ഇൻ ദിസ് റിഗാർഡ്? വിൽ ദേ ടേക്ക് ആക്ഷൻ ഇൻ ദിസ് റിഗാർഡ്? സ്ട്രെങ്ത്, അവർ ക്ഷമയോടെ അതിനുവേണ്ടി പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ. ആക്ഷൻ ഉണ്ടാവും, ഒരു ക്ഷമയോടെ അതിനുവേണ്ടി പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാരിഫൈ 3 ഓഫ് പെൻറ്റക്കിൾസ്. 3 ഓഫ് പെൻറ്റക്കിൾസ് പ്ലീസ്. വൈ ഈസ് 3 ഓഫ് പെൻറ്റക്കിൾസ് ഹിയർ? വൈ ഈസ് 3 ഓഫ് പെൻറ്റക്കിൾസ് ഹിയർ? ദ മൂൺ ആൻഡ് 9 ഓഫ് കപ്സ് എന്ന് വെച്ചാൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അതാണ് തടസ്സമായിട്ട്, നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെൻറ്റിനുള്ള തടസ്സമായിട്ട് അവിടെ ആ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണുന്നത് കേട്ടോ. വാട്ട് ഈസ് ദെയർ ആക്ഷൻ റിഗാർഡിങ് ദിസ്? അവിടെ ലൈഫിൽ വേറെ എല്ലാം ഉണ്ട്, വേറെ എല്ലാ ഹാപ്പിനെസ്സും ഉണ്ട്, നിങ്ങളുടെ കുറവ് ഉണ്ട് അവിടെ. ഓക്കെ, ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ്. വാട്ട് ഈസ് ദെയർ പേഴ്സൺസ് ആക്ഷൻ ഗോയിങ് ടു ബി? പെൻറ്റക്കിൾസ് മൂൺ വെച്ചിട്ട് പൈസസ് മീനരാശിയാണ്. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ആൻഡ് പെൻറ്റക്കിൾസ് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഓക്കെ, ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്സ് പ്ലീസ്. 4 ഓഫ് സ്വാർട്സ് സ്ട്രെസ്ഡാണ്, അതുകൊണ്ട് വളരെയധികം സ്ട്രെസ്ഡാണ് ഇവർ. ഇവർ തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യും, കാരണം പേജ് ഓഫ് സ്വാർട്സ് ആണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു പക്ഷേ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഇവരുടെ പാരൻസ് ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പാരൻസ് ആയിരിക്കാനാണ് സാധ്യത. കാരണം ഇവർ പഠിക്കുന്ന ആളായിട്ടാണ് കാണുന്നത്, ഡൂയിങ് സം സ്റ്റഡീസ്, പഠിക്കുന്ന ഒരാളായിട്ടാണ് കാണുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും അവരുടെ പാരൻസ് ആയിരിക്കുമല്ലോ ഒരു തടസ്സമായിട്ട് വരുന്ന അച്ഛനമ്മ. അത് തരണം ചെയ്ത് അവർക്ക് വരണം എന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ മെസ്സേജ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. Will they reach out to my viewers soon? Will they reach out to my viewers soon? Page of Wands, yes, they will reach out to you soon. അവർ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു മെസ്സേജുമായിട്ട് വരുന്നുണ്ട്. അവർ നിങ്ങളെ ഓൺലൈൻ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്യുന്നുണ്ട്, നിങ്ങളും ചെയ്യുന്നുണ്ടായിരിക്കും കേട്ടോ. വാൻസിൻ്റെ എനർജിയും കൂടെ അവിടെ വന്നു കേട്ടോ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസും കൂടെ അവിടെ വന്നു. ഈ സെറ്റ് ഓഫ് കാർഡ്സിൻ്റെ ഞാൻ പറഞ്ഞിരുന്നില്ല, അതായത് കമ്മ്യൂണിക്കേഷൻ വരുമെന്ന്, ഞാൻ ബാലൻസ് വരും എന്ന് പറഞ്ഞില്ലേ. ടെമ്പറൻസ് വന്നിട്ട് സാജിറ്റേറിയസ്, ധനുരാശിയാണ്. സ്ട്രെങ്ത് വന്നിട്ട് ലിയോ രാശി, സിംഹരാശി, ചിങ്ങം. വാൺസ്, സേരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. സ്വാർട്സ്, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അത്ര തന്നെ ഉള്ളൂ. ഓക്കെ, വാൺസ് ഞാൻ പറഞ്ഞു ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു കേട്ടോ. ആ രാശിക്കാരാണ് കൂടുതലായിട്ട് കാണുന്നത്. ഓക്കെ, സ്ട്രെങ്ത്തിനും ടെമ്പറൻസിനും ശേഷം മറ്റേ രാശി വാൺസിൻ്റെ രാശിയാണ് കൂടുതലായിട്ട് കാണുന്നത്. അതേപോലെ ലാസ്റ്റ് സെറ്റ് ഓഫ് കാർഡ്സ് വന്നിട്ട് ക്ലാരിഫൈ 6 ഓഫ് സ്വാർട്സ് പ്ലീസ്. ക്ലാരിഫൈ 6 ഓഫ് സ്വാർട്സ്. ചിലരെങ്കിലും അവരുടെ കരിയറിനെ പറ്റിയിട്ട് ഫോക്കസ്ഡ് ആണ് ഇപ്പോൾ, അതേസമയം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് മജീഷ്യൻ. ഓക്കെ, ദൂരദേശത്താണ് നിങ്ങൾ, ഫിസിക്കലി ഡിസ്റ്റൻസിലാണ്, നിങ്ങൾ ഒരേ സ്ഥലത്തല്ല താമസിക്കുന്നത്. ഓക്കെ, അതിൻ്റേതായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. മജീഷ്യൻ ഋഷഭ രാശിയാണ്, ടോറസ്. ഓക്കെ, പെൻറ്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ തന്നെയാണ്. ഋഷഭം, കന്നി, മകരം. സ്വാർട്സ്, ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. അറ്റ് പ്രസൻറ്റ് ഇവരുടെ ജോലിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണ് ഇവർക്കൊരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ട് പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിരിക്കുന്നത്. അതേസമയം നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്തുകൊണ്ട് നോ കോണ്ടാക്റ്റ്, എന്തുകൊണ്ടാണ് ഇവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ക്ലാരിഫൈ വൈ ആർ ദേ നോട്ട് കോണ്ടാക്ടിങ് മൈ വ്യൂവേഴ്സ് ആൻഡ് വിൽ ദേ കോണ്ടാക്ട് മൈ വ്യൂവേഴ്സ്. 5 ഓഫ് പെൻറ്റിക്കിൾസ്, ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് ആണ്. അവരിപ്പോൾ കരിയറിലാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കരിയറിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്, കാരണം അവർക്ക് പൈസ സമ്പാദിച്ചേ പറ്റൂ. അവരുടെ വീട്ടിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ ഫൈനാൻഷ്യൽ റിലേറ്റഡ് ഒരുപാട് ഇഷ്യൂസ് കൂടെ അവർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ബോട്ടം ഓഫ് ദി ഡെക്ക് ഏസ് ഓഫ് കപ്സ് ആയിരുന്നു. വിൽ ദേ കോണ്ടാക്ട് എന്നുള്ളതിന് യെസ് ദേ വിൽ കോണ്ടാക്ട് യു, ബിക്കോസ് അവർ തീർച്ചയായിട്ടും നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. കാരണം അവർക്ക് നിങ്ങളോട് സ്നേഹമാണ്, ഒരുപാട് സ്നേഹമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ഒരു കോണ്ടാക്റ്റ് വരും എന്ന് തന്നെയാണ് പറയുന്നത്. അവിടെ ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം ആൻഡ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസും വന്നു. കർക്കിടകം, വൃശ്ചികം, മീനവും വന്നു. കൂടുതലായിട്ട് ടോറസ് രാശിക്കാരാണ് ഈ ഗ്രൂപ്പിൽ പെടുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ നെക്സ്റ്റ് ആക്ഷനെ കുറിച്ച് ഏകദേശം നമുക്ക് ഒബ്സ്റ്റക്കിൾസ് എന്താണെന്ന് നമ്മൾ അതിൽ കൂടെ നോക്കി. അതേപോലെ ഇവരുടെ ഭാഗത്തു നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും നമ്മൾ ഇതിൽ കൂടെ തന്നെ നോക്കിയിരുന്നു. ഓക്കെ, കുറച്ചെങ്കിലും ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഒന്നിനെ പറ്റിയും സ്ട്രെസ് എടുക്കാതിരിക്കുക. മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് 7/7 പോർട്ടലിനെ കുറിച്ചൊരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, അതൊന്ന് പോയി കണ്ടോളൂ. മൺഡേ ആണ് ഇത് ചെയ്യേണ്ടത് കേട്ടോ. മൺഡേ ചെയ്തിട്ട് പൗർണമി വരെയും അത് കണ്ടിന്യൂ ചെയ്യുക. ഞാൻ ആ ഡീറ്റെയിൽസ് ഷോർട്സിൽ പറഞ്ഞേക്കാം. ഓക്കെ, അതേപോലെ ചിലർ ഇത് കരിയർ ഫ്യൂച്ചർ ഒക്കെ നോക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കരിയറും ഫ്യൂച്ചറും ഒക്കെ വരുമ്പോൾ നമുക്ക് സ്പെസിഫിക്കലി ഒരാളുടെ പേഴ്സണൽ റീഡിങ് എടുത്ത് നോക്കുന്നതായിരിക്കും കൂടുതൽ ആപ്റ്റായിട്ട് വരേണ്ടാവുക. ഓക്കെ, ജനറലായിട്ട് പറഞ്ഞാൽ ഇത്ര രാശിക്കാർ ഇപ്പോൾ ഇതുപോലെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിസിൽ നിങ്ങൾക്കൊരു ആക്ഷൻ എടുക്കാനാണെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് കരിയറും ഇതെല്ലാം നോക്കണമെങ്കിൽ നമുക്ക് പേഴ്സണൽ റീഡിങ് തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ജനറലായിട്ട് നോക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എത്രത്തോളം പേരത് കാണാൻ ഇൻട്രസ്റ്റഡ് ആയിരിക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഞാനൊന്ന് ആലോചിക്കട്ടെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫായിട്ടും ഇരിക്കുക. ഓക്കെ, അപ്പോൾ വീണ്ടും ഉടനെ തന്നെ കാണാം.